ചോദിക്കണേ, റോക്കി സിജോയുടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായല്ലോ. സിജോനെ റോക്കി ജസ്റ്റ് അറ്റാക്ക് ചെയ്ത ഇൻസിഡന്റ്, അതിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത്? എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. സംഗതി എന്റെ ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞതാ. അതായത് എടാ നിനക്ക് കിട്ടുന്ന അടിയാ കിട്ടിയത്. ഞാൻ റോക്കിയും കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ തല്ലുകൂടി. മൂക്കും കൂടി ടച്ച് ചെയ്തിട്ട് ഞങ്ങള് അപ്പൊ ഞാൻ ഫസ്റ്റ് അത് ഇൻസിഡന്റ് വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ആ ഇൻസിഡന്റ് ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര വിഷമം. കാരണം രണ്ടുപേരുടെ പേർക്കും തെറ്റുണ്ട്. ഞാൻ പറയണത് എന്തറിയോ, ഞാൻ പറയണത് ഗെയിമാണ്. എനിക്ക് രണ്ടുപേർക്കും സിജോന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, റോക്കിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമം. പക്ഷെ റോക്കി ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്തു ആ സമയത്ത്. അല്ല ഞാൻ പറഞ്ഞത് അവിടെ ആര് പറഞ്ഞു പേഴ്സണൽ ആയിട്ട് എടുത്തു? ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ട് അത് ആ സമയത്ത് ദേഷ്യം വരുമ്പോ വരുന്നതല്ലേ. അല്ല ഞാൻ പറയുന്നത് എന്താ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സിജോ പറഞ്ഞില്ലേ എനിക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞു. കംപ്ലൈന്റ് ഇല്ല, അത് പേഴ്സണൽ ആയിട്ട് എടുത്തില്ലെങ്കിൽ കംപ്ലൈന്റ്, പേഴ്സണൽ ആയിട്ട് എടുത്താൽ കംപ്ലൈന്റ് ഇല്ല എന്ന് പറയൂ. പേഴ്സണൽ ആയിട്ട് സിജോ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഇല്ല എന്ന് പറയില്ലല്ലോ. ഞാൻ പറഞ്ഞത് അറിയോ, അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ആരും അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഞാൻ എടുക്കാറില്ല. അത് എടുക്കേണ്ട കാര്യമില്ല, ഗെയിമാണ്. പിന്നെ വേറെ ഇടിക്കാനൊന്നും രണ്ടുപേരും തെറ്റുണ്ട്. ഇടിക്കാൻ പാടില്ലാത്തതാണ്, ഫിസിക്കൽ അസോൾട്ട് പാടില്ല. അല്ല പാടില്ല, ഗെയിം ഷോ. ഞാൻ പറയട്ടെ തള്ളലും ഉന്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ പക്ഷെ അത് ഞാൻ പറയട്ടെ റോക്കിയുടെ കയ്യിൽ നിന്നും പോയി. റോക്കി ഭയങ്കര ഹൈ പ്രഷർ മൈൻഡ് ഗെയിമാണത്. നമ്മൾ ഹൈ പ്രഷറിൽ താനിപ്പോ ഹൈ പ്രഷർ അടിച്ച് നിൽക്കുക. ഹൈ പ്രഷർ എന്റെ മേത്ത് തൊടരുത് എന്ന് താൻ പറയാ. നമ്മളൊരു മൈൻഡ് ഗെയിമർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവണം തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മനസ്സിലാവും. പക്ഷെ പറയാൻ നോക്കൂ, സിജോ തൊട്ടിട്ടുണ്ടാവുക ഒരു തള്ളലിൽ അവസാനിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കാം. അറിയില്ല, എനിക്കറിയില്ല സിറ്റുവേഷൻ, എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നു, ഞാൻ അതിന്റെ ഉള്ളിൽ ഉള്ള സിജോ ഇങ്ങനെ മേത്ത് ഇങ്ങനെ തുടരുന്ന് പറഞ്ഞപ്പോ തൊട്ടത് കൂടി വന്നാൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള എന്താ ഒരു തള്ളല്, അതേപോലെ ഒരു തള്ളലുണ്ടാവുന്നതായിരിക്കും പാവം വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ റോക്കിയുടെ പ്രഷർ അവരവരുടെ പ്രശ്നം. ഞാന് റോക്കി എന്റെ സുഹൃത്താണ്, സിജോ നമ്മുടെ സുഹൃത്താണ്. എന്നാൽ ഇടിച്ചത് തെറ്റാണ്, ഇടിക്കാൻ പാടില്ലാത്തതാണ്. വേണമെങ്കിൽ അതൊന്നും ഒഴിവാക്കാൻ തുടങ്ങായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ തൊടില്ല കേട്ടോ, മനസ്സിലായി. ആ സമയത്ത് ഞാൻ റോക്കി കൂട്ടിയിരുന്ന റോക്കി പറയണ നീ എനിക്കറിയാം അപ്പോ ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ കയ്യിലും തെറ്റും, ഒരാളെ മാത്രം കുറ്റം പറയരുത്, ഇടിക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ പ്രവോക്ക് ഒരു തരത്തിൽ പറഞ്ഞ പാർട്ട് ഓഫ് ബിഗ് ബോസ് ഗെയിമാണ്. ഞാൻ പറഞ്ഞത് പ്രവോക്ക് ചെയ്ത ഗെയിമാണ്. തന്റെ ശരീരത്തില് താൻ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടിരിക്കുക, ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുന്ന സമയത്ത് താൻ എന്റെ ശരീരത്തിൽ തൊടരുത് എന്ന് പറഞ്ഞാൽ അത് തൊടുമ്പോ വരുന്നൊരു റിയാക്ഷനാണ്. അത് സിജോ പാവം. ഞാൻ പറഞ്ഞത് സിജോ ഇതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല സിജോ തൊട്ടത്. അങ്ങനെ തൊട്ടപ്പോ സിജോ ചിലപ്പോ വിചാരിച്ചാൽ ഉണ്ടെല്ലാം അവസാനിക്കുന്നു. സിജോന്റെ ഗെയിം നമുക്കറിയില്ല. എന്നിട്ടും സിജോ പറഞ്ഞത് എന്താ, അവിടെയാണ് സിജോന്റെ ഒരു നല്ലൊരു വ്യക്തിത്വം നമ്മൾ കാണുന്നത്. എനിക്ക് ഒരു പരാതിയില്ല, ഒരു ഗെയിമിന്റെ പാട്ടാണ് സിജോ ഗെയിമുമായിട്ട് അത് എടുത്തിട്ടുണ്ട്.